ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവെച്ച അത്രയും നിങ്ങളുമായി പങ്കുവെച്ച വാക്കുകളുടെ സ്മരിക്കാനായി കർത്താവ് താല്പര്യപ്പെടുന്നു. അതിനാധാരമായ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28, 29, 30 വാക്യങ്ങൾ, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 27, 28 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം. ശാന്തമായി പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കുക. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 27, 28 വാക്യങ്ങൾ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. വായിച്ചോട്ടെ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാനാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയും നമ്മുടെ ഉത്തരവാദിത്വവും എന്ന വിഷയത്തെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി നൽകിയ പ്രകാശനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് കർത്താവിലേക്ക് ഏകാഗ്രമാക്കാം. എല്ലാ മനസ്സുകളും ദൈവത്തിലേക്ക് ഉയരട്ടെ. കൃപ ലഭിച്ച ഒരു പറ്റം ദൈവമക്കളുടെ നിലവിൽ ആത്മനിറവ് പ്രാപിച്ച ഒരു പറ്റം അഭിഷിക്തന്മാരുടെ മധ്യത്തിൽ നടക്കുന്ന ആത്മീയ പോരാട്ടത്തിന്റെ യോഗമാണിത്. ഇന്ന് രാത്രി കർത്താവിന്റെ കാര്യം ഇവിടെ ഉയരണം. മരിച്ച ഒരു പറ്റം ആളുകളുടെ നിലവിൽ മരണത്തിന്റെ ചടങ്ങ് നടക്കുന്ന ഒരു ശുശ്രൂഷയല്ലിത്. ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ ഉയരത്തിന്റെ ശക്തി ആവരിക്കുന്ന ശുശ്രൂഷ. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് ഇന്ന് രാത്രി സ്വർഗം വെളിപ്പെടുത്തണം. കൃപ ലഭിച്ച ദൈവമക്കളുടെ വലത് കരങ്ങൾ ഉയർത്തിപ്പെടുത്തുക. ശക്തമായി പ്രാർത്ഥിക്കുക. എല്ലാ അധരങ്ങളും പ്രാർത്ഥനയിൽ ഉയരട്ടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ ആത്മീക പോരാട്ടം നടക്കും. നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക്, നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വാഗ്ദത്തത്തിനെതിരെ, നമ്മുടെ അഭിഷേകത്തിനെതിരെ, നമ്മുടെ താരതകൾക്കെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ, നമ്മുടെ വിശുദ്ധിക്കെതിരെ നിരന്തരം പടമൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഇരട്ടിന്റെ ശക്തികളുടെ മേൽ പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത, തെറ്റുപറ്റാത്ത തറയിൽ ഉയർന്നു നിൽക്കുന്ന ദൈവസഭയുടെ ആത്മീക പോരാട്ടത്തിന്റെ സംഘം ഇന്ന് രാത്രി യുദ്ധം നടത്തുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയിൽ പോരാടട്ടെ. ദൈവത്തിന്റെ കരമിന്റെ രാത്രിയിൽ വിഷയങ്ങളുടെ മേൽ ചലിക്കുന്ന രാത്രിയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അയോഗ്യരും ബലഹീനരും അപാത്രരും മൺകീടങ്ങളുമായി ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ. നിന്റെ ജനത്തോട് ഇന്ന് രാത്രിയിൽ അങ്ങ് ഇടപെടണമേ. അങ്ങയുടെ ആലോചന മാത്രം പ്രതിധ്വനിപ്പിക്കാൻ ബലഹീനനായ ഇവന് കൃപ തരണമേ. നിന്റെ ദാസന്മാരെയും നിന്റെ ജനത്തെയും ഒന്നിച്ചനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. ഞാൻ ക്രിസ്തുവിൽ ഏറെ ആദരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, വിശേഷാൽ ഇന്ന് രാത്രി യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ അവരുകൾ, വേദിയിലായിരിക്കുന്ന മറ്റ് അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ, ഞാൻ ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന ഡോക്ടർ BA വർഗീസ് അവരുകൾ, മറ്റ് ദൈവഭക്തന്മാർ ഏവരെയും ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വളരെ അടുത്ത് സ്നേഹിക്കുന്ന റാന്നിക്കാരായ പ്രിയപ്പെട്ടവർ ഉൾപ്പെടെയുള്ള പലരും ഇന്ന് രാത്രി ഈ യോഗത്തിലുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ ഞാൻ ഏറെ ആദരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, കർത്താവിന് സ്തോത്രം,
വേങ്ങൂർ മേഖലയിൽ അഭിഷിക്തമായി നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ ദേവദാസൻ ഇന്ന് രാത്രി ഈ യോഗത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ വേങ്ങൂർ മേഖലയിലുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ, സുവിശേഷ യോഗങ്ങളിൽ ദൈവത്തിന് സ്തോത്രം കടന്നു എന്ന് ദൈവജനം പ്രസംഗിക്കുവാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കർത്തൃദാസനിലൂടെ ദൈവം ചെയ്യുന്ന ബൈബിൾ സ്കൂളിന്റെയും ഇതര സ്ഥലം സഭകളുടെയും പ്രവർത്തനങ്ങൾ, പാസ്റ്റർ ജോൺസൺ ദാനിയേൽ അവരുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണുവാനും നിരവധി വിടുവിക്കപ്പെട്ട ദൈവമക്കളെയും അഭിഷിക്തന്മാരെയും കാണുവാനും കർത്താവ് എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അങ്ങനെ വളരെ ആത്മബന്ധമുള്ള നിരവധി ദൈവഭക്തന്മാർ, പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. തികച്ചും ഏകാഗ്രതയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രി നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. ദൈവത്തിൽ നിന്നും ഇന്ന് രാത്രി ഒരു ദൂത് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രാർത്ഥിക്കാൻ ദൈവമക്കൾ തയ്യാറാകുമെങ്കിൽ ഇന്ന് രാത്രി പ്രവർത്തിക്കാൻ നമ്മുടെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് വെളിപ്പെടുത്താൻ അവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉയരും. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ചെയ്താട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഗ്ലോറി, ഹല്ലേലൂയ. ലോകത്തിൽ എത്രയോ മതങ്ങളുണ്ട്, എന്നാൽ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മെ രക്ഷയിലേക്ക് നയിച്ച ഘടകം എന്താണ്? നമ്മുടെ രക്ഷയിലേക്ക് നയിച്ച ഘടകം പ്രസംഗം എന്നുള്ളതിനേക്കാൾ രക്ഷയിലേക്ക് നയിച്ച ഘടകം പ്രവചനപരമല്ല, കൃപാപരമല്ല, വെളിപ്പാടുകളല്ല. വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറിയാഗമാണ്. രക്ഷയിലേക്ക് ഞാൻ കടന്നു വന്ന വഴിത്താര വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറിയാകുമെങ്കിൽ കഴിഞ്ഞ 10 വർഷം, കഴിഞ്ഞ 15 വർഷം, കഴിഞ്ഞ 20 വർഷം, കഴിഞ്ഞ 25 വർഷം പോരാട്ടവും ഉണക്കുന്ന ഉഷ്ണക്കാറ്റും നിറഞ്ഞ ഈ പരിപ്രയാണത്തിൽ രക്ഷയിൽ നിലനിന്ന ദൈവമക്കളല്ലേ എന്റെ മുന്നിലിരിക്കുന്നത്. നമ്മെ രക്ഷയിൽ നിലനിർത്തിയ ഘടകം ഏതാണ്? അത് കൃപാപരമല്ല, അത് പ്രവചനപരമല്ല. വചനം ജഡമെടുത്ത ക്രിസ്തുവാണ് എന്നെ രക്ഷയിലേക്ക് നയിച്ചതെങ്കിൽ വചനം അക്ഷരത്തിലായ തിരുവെഴുത്താണ് എന്നെ രക്ഷയിൽ നിലനിർത്തിയത്. അനുഭവങ്ങളിൽ ഉറയ്ക്കുന്നവർ ശോധനകളുടെ കാറ്റിൽ ഉടയും, എന്നാൽ വചനത്തിൽ ഉറയ്ക്കുന്നവർ കൊടുങ്കാറ്റിന് നടുവിലും പിടിച്ചു നിൽക്കും. ഇന്ന് രാത്രിയിൽ കേവലം നമുക്ക് അനുഭവങ്ങളിൽ ഉറയ്ക്കാതിരിക്കാം, നമുക്ക് വചനത്തിൽ ഉറയ്ക്കാം. ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും, രക്തമൊഴിക്കേണ്ടി വന്നാലും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും, എന്റെ ഊർദ്ധശ്വാസം അവസാനിക്കുന്ന ഒടുവിലത്തെ സമയം വരെ, എന്റെ തൊണ്ടക്കുഴിയിലെ ചലനം തീരുന്നത് വരെ ഞാൻ വചനത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറയാൻ ധൈര്യം പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വീണ്ടും ക്രിയ നടത്തുന്ന രാത്രിയാണ്. പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. വളരെ ഗൗരവമേറിയ ഒരു വേദഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ വായിച്ചത്. ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ന് നാളെയുമായി സമയത്തിന്റെ പരിമിതി അനുസരിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് കർത്താവ് താല്പര്യപ്പെടുന്നത്. തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവിന്റെ സ്തോത്രം. റോമാലേഖനത്തിൽ 8-ാം അധ്യായം വളരെയധികം ചിത്രീകരണങ്ങൾക്ക് പ്രാധാന്യമുള്ള ഗൗരവമേറിയ ഭാഗമാണ്. അവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരും ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. എത്ര ദൈവമക്കൾക്ക് ഉറപ്പായി പറയാൻ കഴിയും? എന്റെ ഭാഷയിൽ ഇങ്ങനെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. 33 കോടി ദൈവങ്ങളോ, 6000 കോടി അസുരഗണങ്ങളോ, ഭൂതപ്രേതാദികളോ, കാളിക്കൂളി കാട്ടുപിശാചുക്കളോ, വെച്ചുപൂജകളിലും പുരിയാലകളിലും നേർച്ചക്കാവുകളിലും അമ്പലങ്ങളിലും കുളങ്ങളിലും മുഴുവൻ വ്യാപരിക്കുന്ന സകല ദുർഭൂതങ്ങളും ഒരുപോലെ ഇളകി വന്നാലും എന്നെ കുറിച്ച് എന്റെ ദൈവം നിത്യതയിൽ ചെയ്തിരിക്കുന്ന പദ്ധതിയെ തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇരുട്ടിന്റെ ശക്തികളുടെ ബലത്തേക്കാൾ എന്റെ പുറകിലുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രിയിൽ കണ്ട് സ്തോത്രം ചെയ്യത്തക്ക വിധത്തിന്റെ കണ്ണുകൾ ഉയരുന്ന രാത്രിയാണ്. ആത്മനിർഭർ പ്രാപിച്ച ദൈവമക്കൾ ഈ രാത്രി തിരിച്ചറിയട്ടെ. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാട് നിത്യതയ്ക്കായി രാത്രി ഉയരാൻ ഇടയാകട്ടെ. ദൈവത്തെക്കാൾ പിശാചിനെ മഹത്വവൽക്കരിക്കാൻ ഇടയാകാതിരിക്കട്ടെ.
എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുക. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ വേദഭാഗം പറയാൻ തുടങ്ങുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ 139 പറയുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു. നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചവന്റെ യുദ്ധം രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. ദൈവത്തിന്റെ ദാസൻ അടുത്തായി പറയുകയാണ്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എന്റെ അമ്മയുടെ ഗർഭഗൃഹത്തിൽ, എന്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ എന്നെ മെനഞ്ഞത് നിന്റെ കരമാണ്. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന യോഗ്യതയെ, നിന്റെ അപ്പൻ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ അമ്മ ഉണ്ടാകുന്നതിന് മുൻപ്, നിന്റെ മാതാപിതാക്കൾ നിനക്ക് പേര് വിളിക്കുന്നതിന് മുൻപ്, നിന്നെ മറ്റുള്ളവർ തിരിച്ചറിയുന്നതിന് മുൻപ്, നീ ഒരു പ്രജയായി അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപ്, മൈക്രോസ്കോപ്പിന് മാത്രം കാണാൻ കഴിയുന്ന നിലയിൽ നീ അമ്മയുടെ ഗർഭഭിത്തിയിൽ പെട്ടിപ്പിടിച്ച് ഒരു കൊച്ചു പൊട്ടായി വളരുന്നതിന് യുഗങ്ങൾക്ക് മുൻപ് നീ എവിടെ ജനിക്കണം? നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം? നിന്റെ ജനന ദിവസം എന്നായിരിക്കണം? നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം? നിന്റെ വിദ്യാഭ്യാസം ഏത് രാജ്യത്ത് കഴിയണം? നിന്റെ ജീവിത പങ്കാളി ആരാകണം? നിന്റെ തലമുറ എവിടെ എത്തണം? അതെ, നിന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കും ഇടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിന് ശേഷം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി നീ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇതിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ ആരൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും, കൈ പിടിച്ച് ചിരിക്കുമ്പോഴും അകത്ത് ഞറുങ്ങുന്ന വ്യക്തികൾ നിനക്കെതിരെ തന്ത്രപൂർവ്വം പദ്ധതികൾ ആസൂത്രണം ചെയ്താലും, എന്റെ ദൈവത്തിന്റെ ദിവ്യ വിചാരണയിൽ എന്നെ കുറിച്ച് എന്റെ ദൈവം ചെയ്ത പദ്ധതികളെ തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നിട്ട് മാത്രമല്ല ഇങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. സ്തോത്രത്തിന്റെ മറുവശം ഞാൻ പറയാം. നാളെ രാത്രി സമയമുണ്ടല്ലോ, എന്നാൽ തികച്ചും ഏകാഗ്രത ശ്രദ്ധിക്കണം. ഈ കർത്തൃദാസന്റെ ജീവിത പശ്ചാത്തലം ശ്രദ്ധിക്കുക. ലോക ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും മികവുറ്റ അഭിഷിക്തൻ, കിടയറ്റ താർക്കികൻ, തികവുറ്റ പ്രഭാഷകൻ, മൂന്നാം സ്വർഗത്തോടും എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച ദൈവദാസൻ. ഈ കർത്തൃദാസന്റെ ജീവിത സായാഹ്നത്തോടടുത്ത സമയം അദ്ദേഹം എഴുതിയ ലേഖനമാണ് തിമോഥെയോസിന്റെ 2ാം ലേഖനം. ആ ലേഖനത്തിന് അദ്ദേഹത്തിന്റെ വിൽപ്പത്ര ലേഖനം എന്ന് പേര് കൊടുക്കാം. മരണത്തെ ഒരു വെളിപ്പാടകലെ മുൻപിൽ കണ്ടുകൊണ്ട്, അർത്ഥാൽ മരണസ്ഥലം, മരണസമയം, മരണവിധം, ഇവയെല്ലാം മരിക്കുന്നതിന് മുൻപ് തനിക്ക് മനസ്സിലായി കഴിഞ്ഞു. തന്റെ കഴുത്ത് മുറിയുന്ന ചോരയിൽ പീഠത്തിന്റെ ചുവട്ടിൽ രക്തം വീഴുമെന്ന് മരിക്കുന്നതിന് മുൻപ് തനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ തന്റെ മരണത്തെ പാനീയ യാഗബലി എന്ന ദൈവദാസൻ ഓർമ്മിച്ചു. അതൊരു യാത്രയുടെ അവസാനമായിരിക്കും എന്ന് പോലും തനിക്ക് വ്യക്തമായതായി വാക്യങ്ങളിൽ വ്യംഗ്യമാണ്. വ്യക്തമല്ലെങ്കിലും അതിൽ വ്യംഗ്യമാണ്. ആ ദൈവദാസനിലേക്ക് നിങ്ങൾ കണ്ണെന്ന് ഉയർത്തി നോക്കുക. ജീവിതത്തിന്റെ ഒടുവിലത്തെ അധ്യായം നിങ്ങൾ രാത്രി എന്റെ കൺമുൻപിൽ ദൈവജനം ശ്രദ്ധിക്കുമ്പോൾ തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കണം. നിത്യതയെ മണ്ണിനേക്കാൾ വലുതായി കാണുന്ന ഒരു പറ്റം ഭക്തന്മാരെയാണ് ഈ തലമുറയ്ക്ക് ആവശ്യം. തെറ്റിദ്ധരിക്കരുതേ. നിങ്ങളിൽ വൈകാരികമായി ഒരു പ്രക്ഷോഭണം ഉണ്ടാക്കാനല്ല ഈ രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ രാത്രി സന്ദേശം കഴിയുമ്പോൾ ഒരു തെറ്റിദ്ധരിക്കരുതേ.
നിങ്ങളിൽ വൈകാരികമായി ഒരു പ്രക്ഷോഭണം ഉണ്ടാക്കാനല്ല ഈ രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ രാത്രി സന്ദേശം കഴിയുമ്പോൾ ഒരു പടി കൂടെ നിങ്ങൾ നിത്യതയ്ക്കായി ഒരുങ്ങിയാൽ ഞാൻ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായിരിക്കും. മാനുഷികമായ യാതൊരു ടെക്നിക്കും ഉപയോഗിച്ച് ഒരു ഉണർത്തൽ പ്രക്രിയകൾ ഇവിടെ നടക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സ്വർഗം നിന്നെ ഉണർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണുകൾ നിത്യതയ്ക്കായി ഉയരണം. ഞാൻ രാത്രി പറയട്ടെ, പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഒരായുസ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം എത്തും പിടിയുമില്ലാത്ത നരകാഗ്നിയിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പിടയുന്ന ദുരന്തമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും എന്നാൽ മാറി പുതയ്ക്കാൻ ഒരു പുതപ്പിവിടെ ഇല്ലെങ്കിലും നിത്യത എനിക്ക് ഉറപ്പാണ് എന്ന് ധൈര്യമുള്ളൊരു ഭക്തൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വേദപുസ്തകത്തിന്റെ പുറകിൽ വരച്ചു തന്നിരിക്കുന്ന ദൈവഹിതം കാണാൻ കണ്ണു തിരിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കർത്തൃദാസൻ മരണത്തോടടുക്കുകയാണ്. ഇവിടെ അല്പം ചരിത്രം ഗ്രഹിക്കണം. നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഭരണകൂടമാണ് റോമ സാമ്രാജ്യം. റോമ സാമ്രാജ്യത്തിന്റെ നീചമായ കൂട്ടക്കൊലകൾ ചരിത്ര പ്രസിദ്ധമാണ്. അതിൽ ഏറ്റവും നീചനായ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നീറോയായിരുന്നു. നീറോ സ്വന്തം ഭാര്യയെ സ്വന്തം കൈകൊണ്ട് കൊന്ന, സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ട് കൊന്ന നീറോ ഒരു നീചൻ മാത്രമായിരുന്നില്ല. മരണവേദനയിൽ വ്യക്തികൾ പിടയുമ്പോൾ വ്യക്തികളുടെ മരണവേദനകൾ കണ്ടുകൊണ്ട് വൈകാരികമായി സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനോരോഗത്തിന്റെ അടിമ കൂടെയായിരുന്നു. എന്തായാലും അദ്ദേഹം ഒരു ശില്പകലാ വിദഗ്ധനായിരുന്നു. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. റോമ പട്ടണത്തെ നയന മനോഹരമായി പുനർനിർമ്മാണം ചെയ്യുവാൻ ഒരു ആർക്കിടെക്ട് പ്ലാൻ തയ്യാറാക്കി. പക്ഷെ അതിനൊരു തടസ്സമുണ്ട്. തടസ്സമെന്നറിയാമോ? റോമ പട്ടണത്തിൽ നിരവധി സാധുക്കളുടെ വീടുകളുണ്ട്. അന്ന് സുരക്ഷിതത്വം വിചാരിച്ച പട്ടണ സുരക്ഷിതത്വത്തിനകത്ത് പാർക്കാൻ ജനങ്ങൾ തയ്യാറാകും. പുറത്ത് കൃഷിസ്ഥലമെങ്കിലും അകത്ത് സുരക്ഷിതത്വത്തിന് വേണ്ടി ആളുകൾ പാർക്കുമ്പോൾ സുരക്ഷിതത്വത്തിന് വേണ്ടി പാർക്കാൻ വരുന്ന ആളുകൾ സാധുക്കളാണെങ്കിൽ വഴിവക്കിൽ പാർക്കും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വഴിവക്കിൽ പാർക്കുന്നുണ്ട്. അവരെ അവിടുന്ന് പുറത്താക്കിയിട്ട് വേണം ഈ പട്ടണത്തെ പുനരുദ്ധാരണം ചെയ്യാൻ. പക്ഷെ പട്ടണത്തെ പുനരുദ്ധാരണം ചെയ്യാൻ അവരിന്ന് പുറത്താകണ്ടേ? പക്ഷേ അവർ പുറത്താകാതെ വന്നപ്പോൾ റോമ പട്ടണത്തിന് ഒരു പട്ടാപ്പകൽ തീ കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ കിങ്കരന്മാരെ ഉപയോഗിച്ച് റോമ പട്ടണത്തിന് തീ കൊടുത്തു. റോമ പട്ടണത്തിൽ ചാലകളിൽ സാധുക്കളുടെ വീടുകൾ കത്തി അമരുമ്പോൾ, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി മാനമുട്ട ഉയരുമ്പോൾ ജനങ്ങൾ കൂട്ടമായി പ്രക്ഷോഭം സംഘടിപ്പിച്ച് കൊട്ടാരത്തിന് നേരെ ഇരമ്പി അടുക്കുകയാണ്. ഇരമ്പി കൊട്ടാരത്തിന് നേരെ സാധാരണക്കാർ പ്രക്ഷോഭം സംഘടിപ്പിച്ച് വിപ്ലവാത്മകമായി അടുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നീറോ ഒരു കുതന്ത്രം ഉപയോഗിച്ചു. കുതന്ത്രം മറ്റൊന്നല്ല, ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ആരാണെന്ന് അറിയാമോ? ഈ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കുമെന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ക്രൈസ്തവർ ഇവിടെയുണ്ട്. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികളെന്ന് തന്റെ കിങ്കരന്മാരെ ഉപയോഗിച്ച് പറഞ്ഞു പ്രചരിപ്പിച്ചു. അതോടുകൂടെ വൈരാഗ്യം ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞു. ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് വെച്ച് AD 68 ഏറ്റവും വലിയ ക്രൂര കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. നിങ്ങൾ മനസ്സിലാക്കണം പശ്ചാത്തലം. പത്രോസിന്റെ ഭാഷയിൽ അഗ്നിശോധന. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലി പൊട്ടിച്ച് മലർത്തി കിടത്തി വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തി കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിച്ച് വടവൃക്ഷങ്ങളുടെ കമ്പുകൾ ചെമ്പ് ചങ്ങല കൊണ്ട് വലിച്ചടുപ്പിച്ച് കൈകാലുകൾ അതിൽ ചേർത്ത് കെട്ടി ശരീരഭാഗങ്ങളെ 2 തുണ്ടുകളാക്കി വൃക്ഷക്കൊമ്പുകളിൽ കീറിയാട്ടി മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കെടുത്തിട്ട് ചുട്ടുകൊന്ന് ഉദരം പിളർന്ന് ജീവനോടെ ഘാതകൻ കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് വൃക്ഷക്കൊമ്പിൽ കെട്ടി വലിച്ച് തിളയ്ക്കുന്ന എണ്ണപ്പാത്രങ്ങളിലിട്ട് വിശുദ്ധന്മാരെ കൂട്ടക്കുരുതി ചെയ്യാൻ നീചമായി വറുത്തുപോരി അലറിയെടുക്കുന്ന ഘോര ജന്തുക്കൾക്ക് ആൾക്കൂട്ടത്തിന് മുൻപിൽ പരസ്യമായി വലിച്ചെറിഞ്ഞു കൊടുത്ത് കുനിച്ചു നിർത്തി പടവാള കൊണ്ട് കഴുത്ത് വെട്ടിമാറ്റി. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊലപാതകങ്ങൾ ഇവിടെ അരങ്ങേറുമ്പോൾ അന്ന് അറിയപ്പെട്ട 2 ക്രൈസ്തവ ഭക്തന്മാരെ റോമൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിലൊന്ന് പത്രോസ്ലീഹയും മറ്റൊന്ന് പൗലോസ്ലീഹയുമായിരുന്നു. പത്രോസിനെ ബാബിലോണിൽ നിന്നും അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ച് തന്റെ ഇംഗിതപ്രകാരം തലകീഴായി ക്രൂശിച്ചു കൊന്നു. ഒടുവിൽ പൗലോസിനെ അദ്ദേഹം കർപ്പോസിന്റെ വീട്ടിൽ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളുമായി പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ചു. വിസ്താരം നടന്നു. ഒടുവിൽ ചരിത്രം പറയുന്നു മമ്മാട്ടിൻ ഗുഹകളിൽ ഒന്നിലുള്ള ഒരു ജയിൽ മുറിയിൽ പാർപ്പിച്ച്
മരണത്തിന് തൊട്ടടുത്ത ദിവസങ്ങൾ ആ ദൈവദാസനായിരിക്കുമ്പോൾ കുറിക്കുന്ന അന്തിമ ലേഖനമാണ് തിമോഥെയോസിന്റെ 2-ാം ലേഖനം. നിങ്ങൾ കർത്തൃദാസനിലേക്ക് നോക്ക്. പൗലോസിനെ കുറിച്ച് ചരിത്രം പറയുന്ന ഗവേഷണാത്മകമായ റിപ്പോർട്ട് ഇതാണ്. $65 കോടി നെറുകയിൽ പാർത്തവനായിരുന്നു പൗലോസ് എന്ന് പറഞ്ഞാൽ അത്ര ധനാഠ്യനായിരുന്നു അപ്പൻ. 3 കപ്പലിന്റെ ഉടമസ്ഥനായ അപ്പന്റെ വീട്ടിലാണ് ഈ ദൈവദാസൻ പിറന്നു വീണത്. എന്നാൽ ഈ രാത്രി ദൈവം ഒന്ന് ശ്രദ്ധിച്ചേ, ഈ സമയം കർത്തൃദാസന്റെ അവസാന ടൈമാണ്. ഈ കിടക്കുന്ന ഗുഹയെ കുറിച്ച് കത്തോലിക്ക സഭാചരിത്രത്തിൽ എഴുതിയ ഒരു കുറിപ്പ് ഞാൻ ഉദ്ധരിച്ച് ചേർത്ത് പറയാം. ഏതാണ്ട് 8, 9, 10 അടി വരെ കുത്തനെ കരിമ്പാറയിൽ താഴേക്ക് കുത്തിപ്പണത, ഒരു വശത്തുകൂടെ ടൈബർ നദി കൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുന്നതിന്റെ ഇങ്ങേ വശത്ത് ഉയർന്നു നിൽക്കുന്ന കരിമ്പാറയിൽ പണിതീർത്ത ഗുഹകളാണ് മർമാട്ടിൻ ഗുഹകൾ. 2000 വർഷത്തിന്റെ പഴക്കത്തിൽ ചരിത്ര വിസ്മൃതികൾ പേറി ഇന്നും ആ ഗുഹകളുണ്ട്. അതിൽ സാധാരണ വാതിലല്ല, അതിന് മുകളിൽ കൽപ്പാളി കൊണ്ടാണ് ഗുഹകൾ അടയ്ക്കാം. കുറ്റവാളികൾക്ക് ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന കല്ലിലോട്ട് കയറിയിരുന്നാൽ ഗുഹയുടെ മുഖത്തുള്ള ദ്വാരത്തിലൂടെ പ്രകാശം അകത്തേക്ക് അരിച്ചിറങ്ങും. അതിനകത്തുള്ള അപ്പക്കഷണങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടുകൊടുക്കും. പ്രിയപ്പെട്ടവരോടോ ഉറ്റവരോടോ ഒരു കത്തിലൂടെ വാർത്ത അറിയിക്കണമെങ്കിൽ കല്ലിലോട്ട് കയറിയിരുന്നിട്ട് തുകൽച്ചുരുൾ നിവർത്തി വെച്ച് ഈ പ്രകാശധാരയ്ക്ക് അഭിമുഖമായി നിവർത്തി പിടിച്ചു വേണം എഴുതാൻ. അങ്ങനെയുള്ളൊരു ഗുഹ. ഈ ഗുഹയ്ക്കകത്ത് മരണത്തോടടുക്കുന്ന സമയം, മരണം തൊട്ടു മുൻപിൽ മരണം വ്യക്തമായി കഴിഞ്ഞു. മുമ്പേ പറഞ്ഞല്ലോ, മരണസമയം, മരണസ്ഥലം, മരണവിധം ഇതെല്ലാം എനിക്ക് വ്യക്തമായി കഴിഞ്ഞു. എന്റെ ചിന്ത ഞാൻ പറയാം. മരണത്തെ തൊട്ടു മുൻപിൽ കണ്ടുകൊണ്ട് പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് ആ കല്ലിലോട്ട് കയറിയിരുന്ന് ആ വലിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി തുകൽച്ചിറു നിരത്തി വെച്ച് അഭിഷേകത്തിന്റെ തൂലിയ കരങ്ങളിലെടുത്ത് ധൈര്യത്തോടെ ഈ കർത്തൃദാസൻ കുറിക്കുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്കും മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. മകനെ തിമോഥെയോസേ, ശീതകാലത്തിന് മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും വിശേഷ ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. എന്താ കർത്തൃദാസ, യൂറോപ്പിന്റെ കൊടും തണുപ്പിൽ നിനക്ക് പുതയ്ക്കാൻ പുതപ്പില്ലേ? 29 പട്ടണങ്ങളിലും 30-ലധികം ദ്വീപുകളിലും അടിച്ചുയർത്തിയ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരായുസ് കൊണ്ട് സുവിശേഷം അറിയിച്ച് നിരവധി സഭകൾ സ്ഥാപിച്ച നിനക്ക് ഇന്ന് പുതയ്ക്കാൻ ഒരു പുതപ്പില്ലേ? ശ്രദ്ധിച്ചു കേൾക്കണേ, പുതപ്പില്ല. എവിടാ തുടങ്ങിയത്? $65 കോടി നെറുകയിലുള്ള ഒരു അപ്പന്റെ വീട്ടിൽ, 3 കപ്പലിന്റെ ഉടമസ്ഥന്റെ വീട്ടിൽ. എവിടെ അവസാനിക്കുന്നത്? ഗുഹയ്ക്കകത്ത് മാറി പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലുമില്ല. ഇന്നത്തെ വേദവ്യാഖ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ശാപം, എന്നാൽ ദർശനം പ്രാപിച്ച അഭിഷിക്തരുടെ ശൈലിയിൽ പറഞ്ഞാൽ ഇരുൾ മൂടിയ മുറിക്കകത്തു നിന്നും നിത്യതയുടെ ഒളിമങ്ങാത്ത തേജസ്സിലേക്കുള്ള ട്രാൻസ്ഫർ. രാത്രി കൃപ ലഭിച്ച ദൈവമക്കളുടെ കണ്ണു തുറക്കുന്ന രാത്രിയാകട്ടെ. സായിപ്പിന്റെ ടെക്നിക്ക് അനേകരെ ഭൗതിക നേട്ടത്തിന് വേണ്ടി ഇക്കിളിപ്പെടുത്തുമ്പോൾ ഈ മണ്ണിൽ ഒന്നും നേടിയില്ലെങ്കിലും നിത്യത എനിക്ക് കൈവിട്ട് പോയിട്ടില്ല എന്ന് ഉറപ്പ് പ്രാപിച്ച ഒരുപറ്റം ഭക്തന്മാരെ സ്വർഗ്ഗത്തിനകത്ത് അന്വേഷിക്കുന്നു. സ്തോത്രം. ഈ ദൈവദാസന്റെ ജീവിതത്തിൽ പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയോ? ആ ചരിത്രങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാം. എന്റെ സഹോദരങ്ങൾ ഗ്രഹിക്കണേ, പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയില്ല. ചരിത്രം ഇങ്ങനെ പറയുന്നത്, കർപ്പോസിന്റെ കയ്യിൽ ഈ കത്ത് കിട്ടി, അത് തിമോഥെയോസിന്റെ കയ്യിൽ കത്ത് കിട്ടി. അദ്ദേഹം കർപ്പോസിന്റെ വീട്ടിലെത്തി. പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും ഒരു കെട്ടായി വാരി കെട്ടി തോളിൽ വെച്ച് മലയും കുന്നുമൊക്കെ കടന്ന് റൂമിലെത്തി. അദ്ദേഹം ചോദിച്ചു, പൗലോസ് എന്ന ഒരു മനുഷ്യനെ കണ്ടോ? ആരും കണ്ടില്ല. ഒരു സഹതടവുകാരനെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, നിന്റെ പേരാണോ തിമോഥെയോസ്? അതെ, എന്റെ പേരാ തിമോഥെയോസ്. നിന്റെ പിതാവായിരുന്നു പൗലോസ്? അതെ, എന്റെ പിതാവായിരുന്നു പൗലോസ്.
നിന്നെ ഓർത്തെന്നും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, എന്റെ മകൻ തിമോത്തിയോസ് വരും, അവൻ വരാതിരിക്കില്ല, അവൻ വരും, വരാതിരിക്കില്ല എന്ന് നിരന്തരം പറയുമായിരുന്നു. എന്നാൽ ഒരു ദുഃഖ സത്യം നീ അറിയണം. കുലസ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് ശേഷിച്ച കുറച്ച് സാധനങ്ങൾ വന്നാൽ നിന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ 8 മണിക്ക് നിന്റെ പിതാവിന്റെ ശിരച്ഛേദം റോമൻ ഗവൺമെന്റ് നിർവഹിച്ചു കഴിഞ്ഞു. ഈ കർത്തദാസന്റെ കയ്യിൽ നിന്ന് പുതപ്പും പുസ്തകങ്ങളും തെറിച്ചു. മുട്ടുകുത്തി നിന്ന് അദ്ദേഹം അലറിക്കരഞ്ഞു. നടന്ന സംഭവത്തെ കുറിച്ചുള്ള വിവരണം ഇങ്ങനെയാണ്. ഒരു 10 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സൈന്യം, ദശസംഘം സൈന്യം ഈ കുഴിയുടെ വാതിക്കൽ രാവിലെ എത്തി. ഈ കുഴിക്കകത്ത് നീ കർത്തൃദാസനെ കരയ്ക്കോട്ട് കയറ്റി. 5 പടയാളികൾ ഒരു വശത്ത് നിരന്നു, 5 പടയാളികൾ മറുവശത്ത് നിരന്നു. തൊട്ട് പുറകിൽ ആരാച്ച ഊരിപ്പിടിച്ച വാളുമായി നിന്നു. ഗുഹയുടെ അടുക്കൽ നിന്നും തൊട്ടടുത്തുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു പിരമിഡിന്റെ ഭാഗത്ത് നടക്കുന്ന ചന്ത സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. കാരണം മതപരിവർത്തനം മനുഷ്യഭയമുളവാക്കി തടയാൻ പരസ്യ സ്ഥലത്തുകൂടെ പ്രോസസ് നടത്തിക്കൊണ്ട് ഈ മരണം നടത്തണമെന്നാണ് റോമൻ ഗവൺമെന്റിന്റെ വിധി. അതും ഓസ്ട്രിയയ്ക്ക് തിരിയുന്ന രാജവീതിയിലെ ഒരു പരസ്യ സ്ഥലത്ത് 2.5 അടി പൊക്കം വരുന്ന കൽത്തൂൺ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി അവിടെ വേണം ഗളച്ഛേദനം തലക്കെട്ടാൻ. അതിനുവേണ്ടി യാത്രയാണ്. രാവിലെ ചന്ത സ്ഥലത്തെത്തി. വലിയൊരു മറ്റു ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവരും പുറകിൽ കൂടി. നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആ രംഗം ആത്മകണ്ണുകൾ കൊണ്ടത് കണ്ടേ. വശത്ത് 5 പടയാളികൾ, മറുവശത്ത് 5 പടയാളികൾ. ഇതിന് നടുക്ക് ഈ സാധുവായ ദൈവദാസൻ, തൊട്ട് പുറകിൽ ഊരിപ്പിടിച്ച വാളുമായി ആരാച്ച. ജനങ്ങൾ മുഴുവൻ, നാട്ടുകാർ കൂക്ക് വിളിച്ചുകൊണ്ട് പുറകിൽ. 2.5 മൈൽ അപ്പുറത്തുള്ള ഓസ്ട്രിയയ്ക്ക് തിരിയുന്ന രാജവീതിയിലേക്ക് യാത്ര. അവസാന മരണം. ഈ യാത്രയുടെ ഇടയിൽ, ഈ പോക്കിനിടയിൽ ഈ കർത്തൃദാസന്റെ മുഖത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. എന്റെ ചിന്ത ഞാൻ പറയാം. നിരാശ ലേശമില്ല, പദം പറച്ച് കരയുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖം സൂര്യസമാനം വെട്ടിത്തിളങ്ങുക. വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ കാഴ്ചയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് വിളിച്ചു പറഞ്ഞ കർത്തൃദാസൻ അങ്ങോട്ട് ചേരാൻ കൊതിക്കുകയാണ്. മുള്ളിന് നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് പറയാൻ ഡമസ്കോസിന്റെ പടിവാതിക്കൽ ഇറങ്ങി വന്ന തന്റെ പ്രാണപ്രിയനെ മുഖാമുഖമായി ചില മിനിറ്റുകൾക്കുള്ളിൽ കാണുന്ന ഭാഗ്യമോർത്ത് ഉള്ളു തുള്ളി തുടിച്ചു കഴിഞ്ഞപ്പോൾ പാദങ്ങൾക്ക് വേഗത കൂടി കാണും അല്ലേ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് വിളിച്ചു ചോദിച്ച കർത്തൃദാസൻ ധൈര്യത്തോടെ നടക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടപ്പോൾ കണ്ട വെളിപ്പാടുകളുടെ ആധിക്യം ശരീരരഹിതമായി ഒരിക്കൽ കണ്ടെങ്കിൽ തേജസ്സിന്റെ ശരീരത്തിൽ ഇനിയും ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ കാണുമെന്ന ചിന്ത അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കർത്തൃദാസന്റെ പാദത്തിന് വേഗത കൂടിക്കഴിഞ്ഞു. സ്തോത്രം. ഒരനിലത്തെത്തി. മുൻപോട്ട് തല ചായ്ക്കാൻ ആരാച്ചാൽ പറഞ്ഞു. മുൻപോട്ട് തല ചായ്ച്ചു. തലയോടുകൂടി ആ ജഡം മുൻപോട്ട് കുനിച്ചു. ആരാച്ചാറിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ കർത്തൃദാസന്റെ കഴുത്തിലൊന്ന് കയറി ഇറങ്ങി. ആ തല 3 തെറിച്ചുരുണ്ടു. ആ കബന്ധം, ആ ജഡം പുറകോട്ടു മലച്ചു. ചുരുക്കി ഞാൻ പറയാം, ആ ഭക്തൻ വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയായി. എന്ത് നേടി? ഒരായുസ് കൊണ്ട് എന്ത് നേടി? ഇന്ന് രാത്രി എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ ആഴത്തിൽ ചിന്തിക്കണം. 3 കപ്പലിന്റെ നെറുകയിൽ പിറന്ന ധനാഢ്യന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുതപ്പ് പോലും പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയില്ല. ഇന്ന് രാത്രി എന്റെ മുൻപിൽ ഇരുന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന അഭിഷിക്തന്മാർ, ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, ജോൺസൺ ദാനിയേൽ അവരുടെ പേരൊക്കെ പറഞ്ഞല്ലോ. ഞാൻ സ്നേഹിക്കുന്നതോട് പറയുന്നു, അനേക ദൈവദാസന്മാരുടെ മുഖം ഞാൻ കാണുന്നു. എന്റെ പ്രിയ ജെയിംസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവദാസന്മാർ ഇവിടെയുണ്ട്. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും ആരൊക്കെ നിനക്കെതിരെ കരം ഉയർത്തിയാലും നിന്റെ ജീവിതത്തിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. ഈ രാത്രി നിത്യതയുടെ തീരത്ത് ഒരു നാൾ നിന്നെ കവയില്ലാതെ നിർത്തുന്ന നല്ല ദിനങ്ങൾ ആത്മകണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ കണ്ണുയർത്തിയിട്ട് പറയണം, ഞാനൊരു കാര്യം രാത്രി അറിയുന്നു, എന്റെ ഈ കൊടിയ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. അതുകൊണ്ട് രാത്രി ഉറപ്പോടെ പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്,
ഞാനൊരു കാര്യം രാത്രി അറിയുന്നു, എന്റെ ഈ കൊടിയ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. അതുകൊണ്ട് രാത്രി ഉറപ്പോടെ പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. സ്തോത്രം പറയാൻ എത്ര ദൈവങ്ങളുടെ അധരങ്ങൾ ചലിക്കുമെന്ന് രാത്രി. സ്തോത്രം പറയാൻ എത്ര ദൈവങ്ങളുടെ അധരങ്ങൾ ചലിക്കുമെന്ന് രാത്രി. അഭിഷേകം പ്രാപിച്ച ദൈവവേദന നിന്നെ സ്വന്തം വെറുതെ എന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നത്. അഭിഷിക്തനായ കർത്തൃദാസ നിന്നെ വെറുതെ എന്ന സ്വന്തം ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ മുഖത്ത് തോളിൽ ദൈവം വെച്ചിരിക്കുന്ന മുഖവുമായി ഒറ്റപ്പെട്ട ഏകാന്തതകളിൽ തലവണ പൊത്തി കരയുന്ന ദുഃഖങ്ങളോട് നീ നടന്നു നീങ്ങുമ്പോൾ നിന്റെ ദുഃഖങ്ങളുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ടെന്നും നിന്റെ ജീവിതത്തിൽ കളവറ്റാതെ നിത്യതയുടെ തീരത്ത് നിന്നെ എത്തിക്കാൻ ഇവിടുത്തെ ശോധനകളെ നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമാണ് നീ സേവിക്കുന്ന ദൈവമെന്നും അകത്ത് ബോധ്യമുള്ള കൃപ പ്രാപിച്ച ദൈവമക്കൾ നിന്റെ കഷ്ടതകളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, എന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്ന കാഴ്ച ഇന്ന് രാത്രി ഞാൻ കാണുന്നു. അതിനെ തകർക്കുന്ന കരമല്ല, ഒരു ദുഷ്ടശക്തിക്കും ഒരു പാതാള ഗോപുരത്തിനും ഒരു നരക കവാടത്തിനും ഒരു സാത്താന്റെ ഒടുങ്ങാ പകയ്ക്കും ഒരു ശാപത്തിന്റെ കെട്ടുകൾക്കും ഒരു ഭൂതാത്മാവിനും ഒരു ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി വിശ്വാസ കണ്ണുകൾ ഉയർത്തി നോക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ആത്മാവിൽ വിളിച്ചു പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ശോധനയുടെ പുറകിൽ ഞാൻ ഒരു കരം കാണുന്നു. ഒടുവിലത്തെ അധ്യായത്തിൽ നന്മയ്ക്കാകാൻ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമേഖലയെ നിങ്ങൾ വ്യാപിക്കുന്ന സ്വയാത്മാവല്ല, നിങ്ങളുടെ വ്യാപിക്കുന്ന ദുരാത്മാവല്ല. തോളിൽ കൈവച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ അന്തരാത്മാവിനോട് ആലോചന പറയുന്നു. ആർക്കും ഇല്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ധൈര്യത്തോടെ വിളിച്ചു പറ, എന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നു. ശ്രദ്ധിക്കുക, വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഭാഗമാണത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക്. ഈ വാക്യം ശരിയാണ്. ഒരു ബൈബിൾ സ്കൂളിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. റോമാലേഖനമാണ് വിഷയം. ക്ലാസ്സിന് നടുവിൽ ഒരു വേദവിദ്യാർത്ഥി ചോദിച്ചു, സാറേ ഈ പഠിപ്പിച്ച വാക്യം ശരിയാണ്? ഏത് വാക്യം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണ്. അപ്പൊ രോഗവും ആക്സിഡന്റും അപമാനഭാരങ്ങളും ക്യാൻസറും എല്ലാം നന്മയ്ക്കാണ്. പോയി കർത്തദാസൻ തിരിച്ചിങ്ങനെ മറുപടി പറഞ്ഞു, കുഞ്ഞെ, എന്റെ ദൈവത്തിന്റെ വചനം നന്മയ്ക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നന്മയ്ക്ക് തന്നെ. ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു, ഈ തീരത്ത് ഇതിന്റെ പുറകിൽ എന്താണ് നന്മയെന്നോർത്ത് ഭാരപ്പെട്ടാലും നിത്യതയുടെ തീരമണയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഇതിന്റെ പുറകിൽ ഒരു നന്മ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഈ ദൈവദാസനും ഭാര്യയും കൂടെ ബൈബിൾ സ്കൂളിൽ നിന്ന് കാറിന് വീട്ടിലേക്ക് പോകുമ്പോൾ വഴിവക്കിൽ കാർ ആക്സിഡന്റിൽ പെട്ടു. സഹോദരി തൽക്ഷണം മരിച്ചു. ആ പ്രിയപ്പെട്ടവൻ ഭർത്താവ്, ആ ദൈവദാസൻ നിരവധി ഒടിവുകളുള്ള ഹോസ്പിറ്റലിലെത്തി. ഐസിയുവിൽ ബോധം വന്നപ്പോൾ ഈ ദൈവദാസൻ ആവശ്യപ്പെട്ടതെന്ന് അറിയാമോ? എനിക്ക് എന്റെ വേദവിദ്യാർത്ഥികളെ കാണും. വേദവിദ്യാർത്ഥികൾ അകത്ത് വന്നപ്പോൾ ഐസിയുവിന് ചുറ്റും നിൽക്കുന്ന സമയത്ത്, ഈ കട്ടിലിന് ചുറ്റും നിൽക്കുമ്പോൾ ഞരങ്ങുന്ന ശബ്ദത്തോടെ കർത്തദാസൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണ്. അടുത്ത ദിവസം ഇന്ത്യയുടെ ബ്ലീഡിംഗ് വർദ്ധിച്ചു. മരണത്തോടടുക്കുന്നു. അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബാംഗങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്റെ ക്ലാസ് ലീഡറിനെ അകത്തേക്ക് ക്ഷണിച്ചു. ചെവി ചുണ്ടോടടുപ്പിക്കാൻ ആംഗ്യം കാട്ടി. ഞരങ്ങുന്ന ശബ്ദത്തിൽ ദൈവദാസനെ കിടപ്പിൽ തുടർന്ന് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണെന്ന് മാത്രമല്ല, എന്റെ കുഴിമാടത്തിന്റെ കല്ലിൽ ഇത് കുറിച്ചു വെക്കണം എന്നെന്റെ അഭിലാഷങ്ങളെ ഞാൻ പറയുന്നു. ഇന്ന് രാത്രി ഇരിക്കുന്ന കസേരകളിൽ ഇരുന്നു കൊണ്ട് ഞരങ്ങുന്ന ചോദ്യങ്ങളുടെ മുൻപിൽ കൃപ ലഭിച്ച ദൈവമക്കൾ വാ തുറന്ന് പറ, എന്റെ ശോധനയുടെ പുറകിൽ രാത്രി ഞാനൊരു കരം കാണുന്നു. കാരണം എന്റെ ജനനത്തിന് മുൻപ് 5 കൂട്ടം കാര്യം പ്ലാൻ ചെയ്തിട്ടാണ് എന്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. രാത്രി ഈ വാക്യം നിങ്ങളുടെ അകത്തൊന്ന് കയറിയാൽ ഞാൻ ധന്യനായി സ്വർഗ്ഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. അവൻ മുന്നറിഞ്ഞവരെ
ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞു. ഇത്രയുള്ള ശബ്ദം, ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞു. ഞാൻ ചിട്ടിക്ക് പിടിക്കപ്പെട്ടവനല്ല, ഞാൻ പാട്ടത്തിന് എടുക്കപ്പെട്ടവനല്ല, ഞാൻ ലേലത്തിന് വന്നു കയറിയതല്ല, എന്നെ വാടകയ്ക്ക് കിട്ടിയതുമല്ല. എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ രാത്രി പറ. മുന്നറിഞ്ഞപ്പെട്ട ദൈവമാണ് ഞാൻ. സ്തോത്രം. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരെ ആദിജാതനാകുന്ന സ്വരൂപത്തോട് അനുഭവം മുൻ നിയമിച്ചിരിക്കുന്നു. എന്റെ ദൈവം എന്നെ പ്രീഡെസ്റ്റിനേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവം എന്നെ മുൻ നിർണയിച്ചു. മുൻനിർണയിച്ചവരെ വിളിച്ചു. മൂന്നാമത്തത് എന്റെ ദൈവം എന്നെ വിളിച്ചു. 4 വിളിച്ചവരെ നീതീകരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിച്ചു. അങ്ങനെയാണെങ്കിൽ 5 കൂട്ടം കാര്യം ഞാൻ ജനിക്കുന്നതിന് മുൻപേ പ്ലാൻ ചെയ്തിട്ടാണ് എന്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചത്. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ബന്ധനം, പോരാട്ടം, കെട്ട്, ഈ 3 പ്രയോഗങ്ങൾ ആവർത്തിച്ച് പറഞ്ഞില്ലേ ഗുണമില്ല. അതില്ലെന്നൊന്നുമാണ് ഞാൻ പറയുന്നത്. എങ്കിലും ആ ഒരു ട്രഡീഷൻ ശരിയല്ല. ബന്ധനം, പോരാട്ടം, കെട്ട്, ബന്ധനം, പോരാട്ടം, കെട്ട് എന്ന് പറയുമ്പോൾ പോരിട്ട് പോരാട്ടം കെട്ട്, ബന്ധനം വിട്ട് ബന്ധന ശക്തി കൊണ്ട് അന്ധകാലത്തിന്റെ പൂച്ചുവിലങ്ങൾ ഇടയിൽ പിടിച്ചത് കീഴ്പ്പെടുത്തവും ഇട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന പോരാട്ട ബന്ധനങ്ങളെ മുഴുവൻ ബന്ധിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ദൈവത്തിന് സ്തോത്രം, നമുക്കൊരു പ്രത്യേക ഉണർവ് വ്യാപരിക്കാറുണ്ട്. ഞാൻ BC നാക്കിന്റെ കോൺഫറൻസിൽ പറഞ്ഞു, തട്ടിക്കളയാൻ, വെട്ടിക്കളയാൻ, കൂട്ടമായി പട്ടണിക്കിടാൻ നോട്ടമിട്ട സ്ഥാനത്ത് നിന്ന് പട്ടണത്തിന്റെ അവസ്ഥ നിന്ന് അമേരിക്കയിൽ എത്തിച്ച് കാടിനേക്കാളും വട്ടം കറക്കുന്ന ഞാനല്ലേ മോനെ എന്നോടൊന്ന് പറഞ്ഞേക്കാമെങ്കിൽ പിന്നെ ഉണർവ് കത്തിത്തടയ്ക്കും. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, ഉണർവിന് നടുവിൽ അങ്ങനൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാത്തിന്റെയും പുറകിൽ സാത്താനാണെന്ന് പറയരുത്. എന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്ന കാഴ്ച ഞാൻ ഇന്ന് രാത്രി കാണുന്നു. കാരണം 5 കൂട്ടം കാര്യം നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എന്റെ ദൈവനെ ജനിക്കാൻ അനുവദിച്ചത്. ശ്രദ്ധിച്ചു കേൾക്കുക. സ്തോത്രം. 1 ദൈവത്തിന്റെ മുൻ അറിവ്, പ്രീ നോളജ്. ഒടുവിലത്ത് ദൈവത്തിന്റെ തേജസ്കരണം. 2 കാര്യം മാത്രം ചോദിക്കുന്നു. ഒന്നാമത്തേത് എവിടെ തുടങ്ങി, അവസാനത്തിന്റെ എവിടെ തീരും. ഇത് മാത്രം ഓർത്താൽ മതി. ഒന്നാമത്തെ എവിടെ തുടങ്ങി, മുൻ അറിവ്. നിങ്ങൾക്ക് എല്ലാവർക്കും നാമം എന്റെ സന്നിധിയിൽ, എഫേസ്യർ 1:4, നാമം എന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന്, ഇന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ, ലോക സ്ഥാപനത്തിന് മുൻപേ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ. ചേർന്ന് പഠിക്കണം. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ. ഒരിക്കൽ കൂടെ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീളിയാൽ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീളിയാൽ എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊന്നുമേ സ്നേഹമാതുര്യം. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ടു വിളിക്കാറ്. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ. ശ്രദ്ധിക്കുക, എപ്പോഴാ കണ്ടായി? ലോകസ്ഥാപനത്തിന് മുൻപേ. സ്തോത്രം. എപ്പോഴാണ് ലോകസ്ഥാപനം? മഹാകവി KV സൈമൺ സാറിന്റെ ഭാഷയിൽ വേദവിഹാരം എന്ന മഹാകാവ്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിന് അറുതി ഇല്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീലനീലധീയൻ ആദരാൽ വന്നിക്കുന്നേ എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന പ്രപഞ്ചത്തെയും നക്ഷത്രങ്ങളെയും മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുൻപ് എന്റെ ദൈവം ഉണ്ടായിരുന്നു. അത് വിശ്വസിക്കുന്ന ദൈവങ്ങൾ എത്ര പേര് ഇവിടെയുണ്ട്? ആഴിയുടെ അടിത്തല മുതൽ ആകാശത്തിന്റെ അറുതി വരെയുള്ള സമസ്ത സൃഷ്ടി സംവിധാനങ്ങളെയും ഉണ്ടാകട്ടെ എന്ന കൽപ്പനയാൽ വിളിച്ചു വരുത്താൻ എന്റെ ദൈവത്തിന്റെ വായിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്നതിന് മുൻപ് പാസ്റ്റർ രാജു എത്രയെന്ന ഈ പാവപ്പെട്ടവൻ റാന്നിയുടെ മണ്ണിൽ ഒരു മാതാപിതാക്കൾക്ക് ജന്മം കൊള്ളണമെന്ന് പ്ലാൻ ചെയ്ത ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, നീ അനുഭവിക്കുന്ന വിഷയത്തിന് മുൻപ്
നിന്റെ ജീവിതത്തിന് പ്രശ്നങ്ങളെ കണ്ട ദൈവമാണ് നീ ആരാധിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് പറ, ലോക സ്ഥാപനത്തിന് മുൻപേ എന്റെ ദൈവനെ കണ്ടു. ഇനി അവസാനമോ തേജസ്കരണം, ഭാവികാല നിത്യതയിൽ. ചുരുക്കിയെന്ന് പറയാം, ഭൂതകാല നിത്യതയിലെ മുൻ അറിവും ഭാവികാല നിത്യതയിലെ തേജസ്കരണവും. പക്ഷെ രണ്ട് കാര്യം എനിക്കറിയും, വിളിയും നീതീകരണവും. രണ്ട് കാര്യമേ രാജുമേത്രയ്ക്ക് അറിയൂ. പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്റെ ദൈവത്തിന്റെ നിത്യതയിൽ എന്നെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ സഹിക്കുന്ന പ്രതിസന്ധികളുടെ പുറകിലും എന്റെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി എനിക്കായി ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി പറ, എന്റെ ദൈവം അറിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങൾ എന്റെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊന്നും സ്തോത്രം പറയാൻ കഴിയുമോ? ഇന്ന് രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ വിളിച്ചു പറയുന്നു, വേദപുസ്തകത്തിൽ ശോധനകളിലൂടെ കടന്നുപോയ ഭക്തന്മാരുടെ കഷ്ടതകളുടെ പുറകിൽ ആ കരം ചലിച്ചിരുന്നെങ്കിൽ നിന്റെ ശോധനയുടെ പുറകിലും ആ കരം ചലിക്കുന്നുണ്ട്. ഇരിക്കുന്ന കസേരകളിൽ ഇരുന്നു കൊണ്ട് ശബ്ദം ഉയർത്തി പറകർത്താതെ അതിന്റെ പുറകിൽ അതിന്റെ പദ്ധതി എന്തെന്ന് കാണാൻ ഇന്ന് രാത്രി എന്റെ കണ്ണ് തുറക്കുന്ന രാത്രിയാകണം. ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇംഗ്ലണ്ടിൽ ശുശ്രൂഷകൾ ബന്ധത്തിലായിരുന്നപ്പോൾ വൃദ്ധനായ ഒരു ദൈവദാസന്റെ അനുഭവം അവിടെ പറയുന്നത് കേട്ടു. അന്ന് ആ ദൈവദാസൻ കുതിരപ്പുറത്താണ് യോഗത്തിന് പോകുന്നത്. ഈ കുതിരപ്പുറത്ത് പോയ സമയം അന്ന് യോഗം കഴിഞ്ഞ് ഭയങ്കരമായ വിധത്തിൽ വിടുതലുണ്ടായി. വിശേഷിച്ച് ഈ കുതിരപ്പുറത്ത് പോയപ്പോൾ തനിക്കുണ്ടായ അനുഭവം, സോക്സ് വെയിലത്ത് ഉണങ്ങാനിട്ട സമയത്ത് എടുത്തിട്ടപ്പോൾ ഉറുമ്പിനെ കൊട്ടാതിട്ടത് കൊണ്ട് സോക്സിനകത്ത് ഉറുമ്പ് കടിയാൻ ആരംഭിച്ചു. പുള്ളി കുതിരപ്പുറത്ത് പോകുന്നതിനിടയിൽ കുനിഞ്ഞു കിടന്ന് സോക്സിനകത്തേക്ക് വിരൽ കടത്തി ഉറുമ്പിനെ ഞെരുടിയാ യോഗത്തിന് പോയത്. അന്ന് രാത്രി ഈ കഷ്ടതയെല്ലാം സഹിച്ച് യോഗത്തിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞപ്പോൾ കാട്ടുകളൻ മാനസാന്തരപ്പെട്ടവൻ കൂട്ടമായി. ഒടുവിൽ കാട്ടുകളന്ന് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തപ്പോൾ പ്രധാനപ്പെട്ട കാട്ടുകളൻ പറഞ്ഞു, ഇന്ന് ഇദ്ദേഹത്തിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം ഉയരുന്നത് ഞാൻ നേരിട്ട് കണ്ടു. സ്തോത്രം. ഞങ്ങൾ ഇയാളെ കൊല്ലാൻ കാട്ടുപാതയിൽ കമ്പി വലിച്ചു കെട്ടി കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സമയത്ത് കമ്പിയോട് ഇയാളെ തലയെടുത്തപ്പോൾ ഇയാൾ കുനിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ കമ്പി അടിച്ച് വേറൊരിടത്തോടെ കിട്ടി. അവിടെ ഈ കമ്പിയോട് അടുത്തപ്പോൾ ഇയാൾ കുനിഞ്ഞു. 3-4 വട്ടം ആവർത്തിച്ചപ്പോൾ കമ്പിയോട് തലയെടുത്ത് വരുമ്പോൾ തല കുനിയുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാളുടെ പുറകിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന്. ഇയാളോട് ചോദിച്ചാ ദൈവദാസൻ പറയും, സോക്സിനകത്തെ ഉറുമ്പിനെ ഞെരുടാനാ കുനിഞ്ഞേ. പല ഉറുമ്പ് കടിയും അനുഭവിച്ചല്ലേ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നേ. മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും അകത്ത് ഞെരുടിയല്ലേ ഇരിക്കുന്നേ. എന്നാൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയുടെ പുറകിൽ നിനക്ക് വേണ്ടി ഒരു കരം ചലിക്കുന്ന കാഴ്ച ഇന്ന് രാത്രിയിൽ കണ്ടിട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തുറന്ന് ധൈര്യത്തോടെ പറ, എന്റെ ശോധനയുടെ പുറകിൽ ഞാൻ കരം ചലിക്കുന്ന കാഴ്ച കാണുന്നു. ഞാൻ രാത്രി ചോദിക്കട്ടെ, അബ്രഹാമിന്റെ അന്ധത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? ഇസ്ഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? പോട്ടെ, എസ്തേറിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ കരം ചലിച്ചിരുന്നോ? രൂത്തിന്റെ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രിയുടെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും മുൻപ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കളിൽ ചിലരോട് പറയാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൂതിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, ആർക്കും സഹിക്കാൻ കഴിയാത്ത ചിലത് ഭക്തന്മാരുടെ ജീവിതത്തിന് നേരെ ഉയരുമ്പോൾ ആ ശോധനയുടെ പുറകിൽ അറിയാത്ത ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചെങ്കിൽ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന നീ ഇന്ന് രാത്രിയിൽ നെടുവീർപ്പോടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാരത്തിന് പുറകിലും ഒരു കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് നിന്നെ തകർക്കാനല്ല, നിത്യതയുടെ തീരത്ത് നിന്നെ തെളിയിച്ചു നിർത്താനാണ്. അപ്പൻ മകന്റെ പ്രായത്തിൽ ഇരട്ടിയായിട്ടും കണ്ണുകൾക്ക് കേടുവന്നില്ല. എന്നാൽ ഇസഹാക്കിന് അപ്പന്റെ പ്രായത്തിന്റെ പകുതി കഴിഞ്ഞപ്പോഴേ കണ്ണന്തമായി എന്ന് പറഞ്ഞാൽ മക്കളെ ശബ്ദം കൊണ്ടോ തപ്പി നോക്കിയോ ഒക്കെ തിരിച്ചറിയേണ്ട ഗതികളുണ്ടായി. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഒരു കാര്യം ഓർക്കുക, എന്തിനാ കർത്താവേ ഈ കണ്ണുകൾ അന്ധമായെന്ന് ചോദിച്ച് ഇസഹാക്ക് എത്രയോ തവണ കരഞ്ഞു കാണും. ഇസഹാക്കേ, നിന്റെ അന്ധത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നീ അന്ധനായെങ്കിലേ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കൂ. മൂത്തവനെ ഇളയവനെ സേവിക്കുമെന്നല്ലേ കാര്യപരിപാടി. നിനക്ക് സ്നേഹം മൂത്തവനോടാ, എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഇളയവരിലേക്കാ. അങ്ങനെയാണെങ്കിൽ അനുഗ്രഹം വഴിമാറി ഇളയവരിലേക്ക് ഒഴുകണമെങ്കിൽ നിന്റെ അനുഗ്രഹം നേരെ എത്തണമെങ്കിൽ കണ്ണ് കാണാതിരിക്കണം. ഈ രാത്രി ഓർക്ക്, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ പുറകിൽ നെടുവീർപ്പെടുന്ന നിന്റെ ഭാരത്തിന്റെ പുറകിൽ നീ അറിയാത്ത ദൈവത്തിന്റെ കരം ചലിക്കുന്ന കാഴ്ച കണ്ടിട്ട് ഇന്ന് രാത്രി പറയണം, കർത്താവേ നിന്റെ ഹിതം അതിന്റെ പുറകിൽ എന്താണെന്ന് തിരിച്ചറിയാൻ എന്റെ കണ്ണൊന്ന് തുറന്നേ മതിയാകുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളോട് കൂടെ തുള്ളിച്ചാടി നടക്കുമ്പോൾ എസ്തേർ മാത്രം ബാല്യത്തിൽ തന്നെ അനാഥയായില്ലേ?
എസ്തേറേ, നിന്റെ അനാഥത്വത്തിന്റെ കാരണം എന്താ? കാര്യം പറയാം. നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിൽ ചെല്ലൂ. അവന്റെ പരിചരണയിൽ ചെന്നെങ്കിലേ അഹശ്വേരോശിന്റെ ഭാര്യയാകൂ. അവന്റെ ഭാര്യയായെങ്കിലേ ഹാമാന്റെ കഴുത്തിൽ കഴുകുമരം കയറും. അവന്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടും. ഇതിന്റെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരോട് തോളിൽ തട്ടി പരിശുദ്ധാത്മാവ് പറയുന്നു, സഹിക്കാൻ കഴിയാത്തത് ചിലതാണ് നിന്റെ ഭവനത്തിന്റെ പുറകിൽ ചോദ്യമായി നിൽക്കുന്നതെങ്കിലും പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക്. അവസാനത്തെ അധ്യായത്തിൽ നിനക്ക് വേണ്ടി നല്ലതാക്കി മാറ്റാൻ ആ കരം ഈ രാത്രി ചലിക്കുന്നുണ്ട്. നാവ് തുറന്ന് ഈ രാത്രി പരകർത്താവേ, എനിക്ക് വേണം നിന്റെ കൊതി അറിയുകയല്ല, എനിക്ക് വേണം നിന്റെ ഹിതം അറിയുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടിൽ നിന്ന് 3 ശവങ്ങൾ ഒരുപോലെ പുറത്തു പോയ നാട്ടുകാരാ വീടിനെ കുറിച്ചെന്ന് പറയും? മുടിഞ്ഞു, ഇനി ഇവ തലമുക്കില്ല ഇത് പറയും. മംഗളവൻ, കില്ലിയോൻ, എലിമലേക്ക് 3 ശവങ്ങൾ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോയ സമയം നാട്ടുകാർ പറഞ്ഞു, ഇല്ല, ഈ ഭവനം തലമുക്കില്ലിനി. എന്നാൽ എന്റെ ദൈവം കാര്യപരിപാടി ആസൂത്രണം ചെയ്യുകയായിരുന്നു. എന്റെ യേശു ഈ ഭൂമിയിൽ വരുമ്പോൾ 5 വല്യമ്മച്ചിമാർ വേണമെന്നും അതിൽ ഒരുത്തി ശാപഗ്രസ്ത കുലത്തിനകത്ത് പിറന്ന രൂത്തായിരിക്കണമെന്നും അവളെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവരുവാൻ ഒരു കുടുംബത്തിന്റെ ഇറങ്ങിപ്പോക്കിന് ഉപയോഗിക്കണമെന്നും അങ്ങനെ വന്ന് ബോവസിന്റെ വയലിലെത്തി അവളുടെ ഉദരത്തിലൂടെ യേശുവിന്റെ വല്യപ്പച്ചന് ജന്മം കൊടുക്കണമെന്നും നിത്യത പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചതെങ്കിൽ ആ കുടുംബത്തിന്റെ തകർച്ചയുടെ പുറകിൽ ദൈവത്തിന്റെ കരം ചലിക്കുകയായിരുന്നു. മനസ്സിലാക്കുന്ന എത്ര ദൈവമക്കൾ രാത്രി ഇവിടെയുണ്ട്. ഇനിയും ഒരിക്കലും തലമൊക്കത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതിയ നിന്റെ വിഷയത്തിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരവിന്റെ രാത്രി ഉയർന്നാൽ 24 മണിക്കൂർ കൊണ്ട് മുഖച്ഛായ മാറ്റാൻ നീ സേവിക്കുന്ന ദൈവത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറ, എന്റെ കൊതി നിറവേറേണ്ട, എന്റെ ദൈവത്തിന്റെ ഹിതം മാത്രം നിറവേറിയാൽ മതി. ഒന്ന് എഴുന്നേറ്റാട്ടെ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റാട്ടെ. ആ 2 കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. 2 കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇന്ന് രാത്രി പറയട്ടെ, ഭൗതിക നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള ടെക്നിക്കൽ ഉപവാസ പ്രാർത്ഥന, ഭൗതിക വിഷയങ്ങൾ സാധിക്കാനുള്ള പോവഴി ഉപവാസ പ്രാർത്ഥന, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അറിയാനുള്ള പദ്ധതിയാണ്. അക്കാര്യം 2 കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിച്ച് എന്റെ മനസ്സിലെ സഹോദരൻ ജേക്കബ് ജോൺ അവരുടെ തൊട്ടു പിന്നാലെ ആരാധനയ്ക്ക് നേതൃത്വം നൽകും. എങ്കിലും വാ തുറന്ന് കർത്താവിന്റെ സന്നിധിയിൽ അക്കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായി പറ, കർത്താവേ, എനിക്ക് എന്റെ കൊതി നിറവേറ്റാനല്ല ഈ പ്രാർത്ഥന, എന്റെ ദൈവത്തിന്റെ ഹിതം അറിയാനാണ് ഈ പ്രാർത്ഥന. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ജീവിതത്തിന്റെ പുറകിൽ എന്റെ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് എനിക്കൊന്ന് തിരിച്ചറിയണം. ഈ രാത്രി ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയണം. വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് കരയുന്നത് പോലെ, ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് കരയുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതൽ നിലവിളിക്കുന്നത് പോലെ ഇന്ന് രാത്രി എന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവമക്കൾ വാ തുറന്ന് കർത്താവിനോട് പറ, എന്റെ ജീവിതത്തിന്റെ നെടുവീർപ്പുകളുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരമൊന്ന് ഉയർന്നേ മതിയാകും. എനിക്കറിയേണ്ടത് എന്റെ കൊതി നിറവേറ്റുന്ന കാര്യമല്ല, എന്റെ ദൈവത്തിന്റെ ഹിതം അറിയുന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു നിമിഷം ഒന്ന് കണ്ണു തുറന്നേ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഒരു സെക്കൻഡ് ആത്മപ്രേരണയോട് ഞാൻ പറയട്ടെ. അവർ കൊതിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന് അവൻ ക്ഷയമയച്ചു. അങ്ങനല്ലേ? കൊതി 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 അല്ലേ ആത്മീയ ലോകത്തെ ധരിക്കുന്നത്? പ്രസംഗ മേഖലയെ ഉയരുന്നത് എന്താ? കൊതി അല്ലേ? മോഹിക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം പറയിരിക്കെ, കാർ വേണോ മോഹിച്ചോ, വീട് വേണോ മോഹിച്ചോ, ഇതൊക്കെ സ്വർഗത്തിന്റെ ഗോഡൌണിൽ റെഡി, നീ മോഹിച്ചാൽ കിട്ടും എന്നല്ലേ പ്രസംഗവേദിയിൽ വീമ്പിളക്കുന്നത്? നിന്റെ കൊതി മുഴുവൻ നിറവേറ്റിയിട്ട് നിനക്ക് ശവക്കുഴി ഒരുക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റിയിട്ട് നിത്യതയിലെത്തുന്നത് വലുതെന്ന് ഭാഗ്യത്തോടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണു തുറന്നിട്ട് കർത്താവേ, എന്റെ കൊതി വേണ്ട, നിന്റെ ഹിതം മതി. ഒരു നിമിഷം ഗതസമനയിലെ പ്രാണവേദനയിലേക്ക് നോക്കി. രക്തധമനികൾ പൊടിയുമ്പോൾ സഹിക്കാൻ കഴിയുന്നെങ്കിലും പറഞ്ഞതെന്താ? എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. ഒരു കൊച്ചു സംഭവം ഞാൻ ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കാൻ പോവാ. ശക്തമായി ദൈവത്തെ ആരാധിക്കണം. ഒരു മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ അനുഭവം ഉണ്ടെന്നു. അദ്ദേഹത്തിന്റെ ബാങ്കിൽ ജോലി കഴിഞ്ഞ് ഭാര്യയും കൂടെ വീട്ടിൽ വന്ന് ഇരിക്കെ പരിശുദ്ധാത്മാവിനോട് പറയുന്ന പ്രേരണ കൊണ്ട് മാത്രം സംഭവം ഞാൻ പറയാം. ഡൈനിങ് ടേബിളിൽ വീട്ടിലെ ഏക കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ കുഞ്ഞ് കാല് തെറ്റി ഡൈനിങ് ടേബിൾ താഴേക്ക് വീണിട്ട് നെറ്റി അടിച്ച് തൽക്ഷണം മരിച്ചു.
ബോഡിയിൽ കെട്ടിപ്പിടിച്ച് മാതാപിതാക്കൾ അലറി. അതിനുശേഷം ശവമടക്കൊക്കെ കഴിഞ്ഞു. സെമിട്രിയിൽ നിന്ന് വന്ന ആദ്യത്തെ വണ്ടിയിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ വീട്ടിൽ വന്നു. വാതിലും കൊണ്ട് വലിച്ചു തുറന്ന് അകത്തോട്ട് കയറി തന്റെ ബെഡ്റൂം വലിച്ചു തുറന്നിട്ട് ആരോടോ പക വീട്ടാൻ എന്നതുപോലെ കഥകൾ തിരിച്ചടച്ചിട്ട് ദേവദാസ് നോക്കിക്കൊണ്ടിരിക്കുക. അകത്തോട്ട് കമിഴ്ന്ന് കിടന്ന് അലറിക്കരഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എന്നോട് ഈ കൊടും ചതിവ് നീ ചെയ്തതെന്ത്? രണ്ടാമതൊരു കുഞ്ഞുകൂടെ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏക പൈതലിനെ അപ്രതീക്ഷിതമായ സമയത്ത് നീ തിരിച്ചു വിളിച്ചതെന്ത്? കരഞ്ഞു കരഞ്ഞ കർത്തൃദാസൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിന് നടുവിൽ ഒരു സ്വപ്നം കാണുകയാണ്. യേശു തന്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, മോനെ, നിന്റെ ചെറുപ്പത്തിൽ ടീനേജ് പ്രായത്തിൽ നാട്ടിൽ നടന്ന ഒരു കൊച്ചു പ്രാർത്ഥനാ യോഗത്തിൽ ഒരു മിഷണറിയാകാൻ നീ മുട്ടിന്മേലിരുന്ന് നിന്നെ എന്റെ മുൻപിൽ സമർപ്പിച്ചു. നിന്റെ സമർപ്പണം ഞാൻ ഒപ്പുവെച്ചു. പ്രായം മുൻപോട്ട് നീങ്ങിയതോടെ വിദ്യാഭ്യാസ യോഗ്യത വർദ്ധിച്ചപ്പോൾ നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഒപ്പിച്ചുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന വന്നു. ഒരു ബാങ്കിൽ അക്കൗണ്ടർ ഏറ്റെടുത്തു. നീ ഒരു അക്കൗണ്ടറായി, രണ്ടുപേരും ബാങ്കിൽ ജോലിക്കാരായി. എന്റെ ഹിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു മാറി. പലപ്പോഴും ഞാൻ നിന്നെ വിളിച്ചു ആദ്യത്തെ തീരുമാനത്തിലേക്ക്. അവിടെ എല്ലാം സമൃദ്ധി കൊണ്ട് നിന്റെ കണ്ണ് കാണില്ലായിരുന്നു. എന്റെ കൈ നീ തട്ടിമാറ്റി. ഇപ്പോൾ നിന്റെ ഏറ്റവും വിലയേറിയതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് എന്റെ ഹിതത്തിനായി ഞാൻ നിന്നെ വിളിക്കുന്നു. മനസ്സിലായ എത്ര നിയമങ്ങളുള്ള നാട്ടിൽ വെച്ച് പരിശോധനകളുടെ നടുവിൽ സുവിശേഷത്തിന് വേണ്ടി എടുത്ത തീരുമാനം മറന്നു കളയുന്ന ദൈവമല്ല ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. അമേരിക്കയുടെ സമൃദ്ധിയിൽ മയങ്ങി കണ്ണടഞ്ഞിട്ടുണ്ടെങ്കിൽ വിലയേറിയ ചിലതിനെ തിരിച്ചു പിടിക്കാൻ ദൈവത്തിന്റെ കരം ഉയരുമ്പോൾ കൈപ്പോടെ കരയേണ്ട ദിവസങ്ങൾ വരുമെന്ന് പ്രവചനാത്മാവിൽ ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നു. ഈ രാത്രി ഒന്ന് വാർത്ത പറക്കർത്താവേ, എന്റെ കൊതി എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ദൈവത്തിന്റെ ഹിതം മതി. അക്കാര്യം ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം വാതമൊന്ന് പ്രാർത്ഥിച്ച് ഒരു സ്തോത്രവും നിങ്ങൾ ഇപ്പൊ പറയണേ, ആരാധിക്കാൻ പോവുക. എന്നാൽ ശാന്തമായി പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് ഇടിച്ച് കയറട്ടെ. എന്റെ ദൈവത്തിന്റെ പദ്ധതിയെ ഞാൻ പുറങ്കാൽ കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ടുണ്ടോ? എന്റെ ദൈവത്തിന്റെ ഹിതത്തെക്കാൾ എന്റെ ജഡത്തിന്റെ കൊതിക്ക് ഞാൻ പ്രാധാന്യം നൽകിയോ? ഭൗതിക സമൃദ്ധികൾക്ക് നടുവിൽ ഞാൻ മയങ്ങിയിട്ട് പ്രതിഷ്ഠയുടെ കല്ലിൽ കാടുകയറി കിടക്കുകയാണോ? യേശു ഞാനെടുത്ത ഉടമ്പടി മറക്കാതെ എന്നെ കാത്തു നിൽക്കുകയാണോ? ഇന്ന് രാത്രി എന്നെ ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടത് എന്റെ കൊതിയല്ല, എന്റെ ദൈവത്തിന്റെ ഹിതമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. ആ കരങ്ങൾ രണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ഇങ്ങനെ പാടി തുടങ്ങാം. നിന്നിഷ്ടം ദേവ ആയിരട്ടെ, ഞാനോ മൺപാത്രം നിൻ കര. ശബ്ദം ഉയർത്തി ചേർന്ന് പഠിക്കട്ടെ. നിന്നിഷ്ടം ദേവ ആയിരട്ടെ, ഞാനോ മൺപാത്രം. ശബ്ദം ഉയർത്തി ഒന്നുകൂടെ. നിന്നിഷ്ടം ദേവ ആയിരട്ടെ, ഞാനോ മൺപാത്രം. ഒരിക്കൽ കൂടെ. നിന്നിഷ്ടം ദേവ ആയിരട്ടെ, ഞാനോ മൺപാത്രം.
നിന്നിഷ്ടം പോലെ ആകേണമേ, എന്നിഷ്ടരെന്നെ. ആ കരങ്ങൾ രണ്ടും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാൽ ശാന്തമായി ധ്യാനം വേണം. മഹാദൈവത്തിന്റെ തേജസ് ഒരു മേഘം പോലെ ഈ പ്രാർത്ഥനായോഗത്തിന് മുകളിൽ മൂടുന്ന മിനിറ്റുകളിൽ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടും തകർന്ന ഹൃദയത്തോടും കൂടെ എൻ്റെ കൊതി എനിക്ക് വേണ്ട, എൻ്റെ ദൈവത്തിന്റെ മുൻനിർണയം എനിക്ക് അറിഞ്ഞാൽ മതി. ഇന്ന് രാത്രി എന്നെ ഞാൻ സമർപ്പിക്കുന്ന കർത്താവേ, ഈ രാത്രി എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എനിക്കറിയണം. വാതുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരപ്പന്റെ മുന്നിൽ കുഞ്ഞി കരയുന്നത് പോലെ, ഒരമ്മയുടെ മുന്നിൽ പൈതൽ നിലവിളിക്കുന്നത് പോലെ സ്വർഗത്തോട് ഇന്ന് രാത്രി നിലവിളിക്കാൻ എത്ര വായുകൾ ഇവിടെ ഉയരും. ഈ രാത്രി ഓർക്ക്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് എന്റെ ആഗ്രഹം വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി വേറൊരാളെ മീഡിയേറ്റർ ആക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്റെ കുഞ്ഞുങ്ങളോട് എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നേരിട്ട് പറയാനാണ് എനിക്ക് ഏറ്റവും സന്തോഷമെങ്കിൽ, ഒരു പ്രവാചകന്റെ കൈവപ്പ് കൂടാതെ നിന്നോട് നേരിട്ട് തന്റെ ഹിതം വെളിപ്പെടുത്താൻ എന്റെ കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഉയരുകയാണ്. ഈ രാത്രി എത്ര ദൈവമക്കൾ ആഗ്രഹിക്കും, കർത്താവേ, എനിക്ക് എല്ലാറ്റേക്കാളിലും അറിയേണ്ടത്, അടുത്ത ശ്വാസത്തേക്കാൾ അറിയേണ്ടത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരിക്കലുള്ള ഞാൻ പറയട്ടെ, കൈപ്പോടെ കരയുന്ന കറുത്ത ദിനങ്ങൾ ജീവിതത്തിൽ ദൈവഹിതത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് കുഞ്ഞേ നീ ഏറ്റെടുക്കുന്നതിനേക്കാൾ ഇന്ന് രാത്രി ആ മുഖത്തിന്റെ കീഴിൽ നീ നിന്നെ സമർപ്പിക്കുന്നതിലാണ്. ഈ രാത്രിയിലെ തൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, എനിക്ക് പ്രാർത്ഥന വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ രക്തത്താൽ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതെന്നു കർത്തദാസൻ ജേക്കബ് ജോൺ അവരുടെ അനുഗ്രഹീതരായ ദൈവദാസൻ വിളക്കിവിടുമെങ്കിലും ആത്മാർത്ഥമായി ഈ രാത്രിത്തെ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണം. ഈ ആദ്യ രാത്രി തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഇടപെടുന്നു. ആ ഉയർത്തിയ കരങ്ങൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ ദൈവശക്തി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ ആത്മീയ പോരാട്ടം നടക്കുന്നു. അഭിഷിക്തരായ ദൈവമക്കളുടെ അധരങ്ങളിൽ നിന്ന് രാത്രി ആരാധന ഉയരുന്നു. ചില ബന്ധനങ്ങളിൽ നിന്ന് രാത്രി ദൈവാത്മ മുറിച്ചു മാറ്റുന്നു. ചില കണ്ണുകളുടെ ഉൾക്കാഴ്ച ഈ രാത്രി ദൈവാത്മ വർദ്ധിപ്പിക്കുന്നു. നിത്യതയുടെ ദർശനം ഇന്ന് രാത്രി ചില കണ്ണുകളിൽ ഉറയ്ക്കുന്നു. ഇരുട്ടിന്റെ ശക്തികളോട് ഇന്ന് രാത്രിയുടെ ആത്മീയ പോരാട്ടം നടക്കുന്നു. കൃപ പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥനയിൽ ഈ കരങ്ങൾക്കായി ജാഗരിച്ചാട്ടെ. ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ പുറകിൽ ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വ്യാപരിക്കട്ടെ. അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഉടച്ചു കളയത്തക്ക വിധം, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം തകർക്കത്തക്ക വിധം, അവരെ അരച്ചു കളയത്തക്ക വിധം പോരാടുന്ന ഇരുട്ടിന്റെ ശക്തികളെ ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ ഈ ഗ്രൗണ്ടിൽ, ഈ ഹോളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തങ്ങളെ കുറിച്ചുള്ള ദൈവഹിതത്തിന് വിപരീതമായി ചുവടുകൾ വെച്ച് കൈപ്പോടെ കരയുന്ന കറുത്ത ദിനങ്ങൾ ഏറ്റെടുക്കത്തക്ക വിധം ഇരുട്ടിന്റെ ശക്തികൾ പല കണ്ണുകളെയും അന്ധമാക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾ കൽപ്പിക്കുന്നു, വ്യക്തികളുടെ കണ്ണുകൾ നിത്യതയ്ക്കായി തുറന്നു വരട്ടെ. ദൈവശബ്ദത്തിന് കാതുകൾ തുറക്കാത്ത വിധത്തിൽ, ദൈവശബ്ദത്തിന് ഹൃദയം തുറക്കാത്ത വിധത്തിൽ വ്യക്തികളുടെ കണ്ണുകളെ അന്ധമാക്കുന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. വ്യക്തികൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടട്ടെ. ദൈവാത്മാവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആ കരമൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ആ കരമൊന്ന് ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ആരാധന ദൈവമക്കൾക്ക് അപമാനമല്ല, അവർക്കത് അഭിമാനമാണ്. നിൽക്കുന്ന അല്പമിനിറ്റിനോട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്. ആ തുറന്ന് കർത്താവിനെ ആരാധിക്കണം. ഞാൻ ഒരു ഭാഗം നിങ്ങളോട് പറഞ്ഞു ദൈവത്തിന്റെ മുൻനിർണ്ണയം എന്ന ഈ മറ്റൊരു വശമുണ്ട്. ദൈവത്തിന് നമ്മുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ്, അതിന്റെ ഗുരുതരാവസ്ഥകൾ നാളെ രാത്രി, മറ്റന്നാൾ രാത്രി അല്പ സമയങ്ങൾ പങ്കുവയ്ക്കാം പ്രാർത്ഥനയോടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ദൈവിക വിടുതലിന്റെ സ്പർശനം വഹിക്കുന്ന മിനിറ്റുകളാണ്. തികച്ചും ജാഗ്രതയോടെ നിൽക്കുന്നത് ഹോളിനകത്താണെങ്കിലും അധരങ്ങളിൽ ആരാധന ഉയർത്തിക്കൊണ്ടിരുന്നാട്ടെ. ഇടത്തും വലത്തും ഈ നിൽക്കുന്നവരെ ഒന്നും നോക്കണ്ട കേട്ടോ. അതര ഫലം എന്ന സ്തോത്ര യാഗം ഇടപെടാതെ അർപ്പിക്കുവാൻ നിന്റെ വായുകൾ ചലിക്കുമെങ്കിൽ അല്പ മിനിറ്റുകൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾ നിൽക്കുന്ന നിൽപ്പിൽ ആത്മാ